കൊട്ടിയൂരിലാണേ വന്നിട്ടുള്ളത്. കൊട്ടിയൂരിൽ ഇത് വാവലിപ്പുഴയാണ്. അപ്പം നമ്മളെ കണ്ണൂർ ജില്ലയിൽ ഏകദേശം വയനാടിൻ്റെ അതിർത്തിയോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ കൊട്ടിയൂരുള്ളത്. ഉത്തര കേരളത്തിലെ നമ്മൾ കൊട്ടിയൂർ ഉത്സവത്തിന് വന്നതാണ്. കൊട്ടിയൂരിലെ വൈശാഖ മാസത്തിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഉത്സവത്തെ വൈശാഖോത്സവം എന്നാണ് പറയുന്നത്. ഈ ഒഴുകുന്നത് വാവലിപ്പുഴയാണ്. ശക്തമായ ഒഴുക്കാണ്. പിന്നെ ഒരു ഭയം തോന്നുന്ന പോലെയുണ്ട് ഈ വാവലിപ്പുഴയുടെ തീരത്ത് നിന്നപ്പോൾ. ഞാനും പിന്നെ എന്താ പറയുക, നമ്മൾ ഇവിടെ ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത് ഷീന ടീച്ചറുടെ കൂടെ ഒരിക്കൽ വന്നായിരുന്നു കൊട്ടിയൂരമ്പലത്തിൽ സന്ദർശിക്കാൻ. അതുകൂടാതെ ഇന്ന് ഞങ്ങൾ കൊട്ടിയൂരമ്പലത്തിൻ്റെ ഡ്യൂട്ടീൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ ഇത് കൊട്ടിയൂരിലില്ലേ ഇടവം ചോതി നക്ഷത്രത്തിൽ തുടങ്ങിയിട്ട് മിഥുനത്തിൽ ചിത്തിര നക്ഷത്രത്തിൽ വരെയാണ് ഈ ഉത്സവം. അതായത് 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ഒരു ഞായറാഴ്ച, നാളെ ശിവേലിയോടുകൂടി സ്ത്രീകൾക്ക് പ്രവേശനം നിർത്തും. സ്ത്രീകൾക്ക് ഉച്ചവരെയുള്ളൂ പ്രവേശനം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ദിവസം പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്. ഈ ദിവസം ഭയങ്കര തിരക്കുമുണ്ട്. തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര തിരക്ക് തന്നെയാണ്. മെയ് മാസത്തിൻ്റെ പകുതി തുടങ്ങിയിട്ട് ജൂൺ പിന്നെ മധ്യേ തന്നെ ആദ്യം തന്നെ അത് ഈ ഉത്സവം നിൽക്കും. പിന്നെ പിന്നെ കൊട്ടിയൂരിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വാവലിപ്പുഴയുടെ ഒരു തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂരുണ്ട്. ഇക്കരെ കൊട്ടിയൂർ ഈ ക്ഷേത്രം ഇക്കരെയുള്ള കൊട്ടിയൂരില്ല, അതൊരു സ്ഥിരം ക്ഷേത്രമായിട്ട് തന്നെയാണ്. പക്ഷെ വടക്ക് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അക്കരെ കൊട്ടിയൂർ എന്ന് പറയും. അപ്പോൾ ഈ അക്കരെ കൊട്ടിയൂരിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ എന്താ തിരക്ക്! അയ്യോ, ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടിയുടെ ഭാഗമായത് കൊണ്ട് വന്നിട്ട് നമ്മൾ വേഗം തന്നെ അവിടെ ദർശനം നടത്താൻ പറ്റിയിരുന്നു. കൊട്ടിയൂരപ്പനെ കണ്ട് തൊഴുതു. 2 പ്രാവശ്യം കാണാൻ പറ്റി, 2 പ്രാവശ്യം നന്നായിട്ട് തൊഴാൻ പറ്റി. അപ്പോൾ എല്ലാ വൈശാഖോത്സവത്തിനും കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹത്തോടെ വീണ്ടും വീണ്ടും വരാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് മാത്രമേയാണ് ഇവിടുന്ന് മടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കല്ലെല്ലാം എടുത്ത് വെക്കുന്നതാണ് ചിലരൊക്കെ. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ശരിക്കും.